ഈ ആത്മഹത്യ ചെയ്ത BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ശബ്ദ സന്ദേശം പുറത്തായിട്ടുണ്ട്. താൻ നേരിട്ട അധിക്ഷേപം കൂട്ടുകാരോട് പറയുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. അധ്യാപകൻ വിഡ്ഢി എന്ന് വിളിച്ചുവെന്നും തന്നെ കൂട്ടമായി ആക്രമിക്കുന്ന സ്ഥലമാണ് സ്റ്റാഫ് റൂമെന്നും ആ ശബ്ദ സന്ദേശത്തിലുണ്ട്. സഹപാഠികൾക്കിടയിൽ വെച്ച് നിരന്തരം അപമാനിച്ചുവെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ആ കുടുംബത്തിന്റെ വാദം നമ്മൾ കണ്ടു. ആ ചെറുപ്പക്കാരനെ പുഴുത്ത പട്ടി എന്നാണ് ഇവർ അഭിസംബോധന ചെയ്തിരുന്നത്. എന്തായാലും നമുക്ക് ആ ഓഡിയോ സന്ദേശം കേട്ടിട്ട് വരാം. കുറേ പേര് വിളിച്ചിട്ട് നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടല്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങളെന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. അതുപോലെ എന്താ ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, അങ്ങറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ച് നടന്ന് ചെയ്യിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റായപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു, ക്ലാസ്സിൽ 100-ൽ 99 പേരും തൻ്റെ അടിമയായിരിക്കും. മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ പിള്ള, കൊടിയ അധിക്ഷേപം ആ യുവാവ്, ആ വിദ്യാർത്ഥി നേരിട്ടു. അവൻ അതിൽ പറയുന്നുണ്ട് ഇതൊന്നുമല്ല, കൂടുതലുണ്ട് എന്നുള്ളത്. അതായത് ആ ഓഡിയോ സന്ദേശത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ചെറുതാണ്, ഇതിലും വലുതെന്തോ ഉണ്ട്. ജീവന് പോലും ഭീഷണി ഉണ്ടായിരുന്നു എന്നത് ആ ഒരു പ്രാവശ്യം ആ ഓഡിയോ കേട്ടാൽ തന്നെ വ്യക്തമാണ്. പുറത്തിറങ്ങിയാൽ അവൻ്റെ കൈയും കാലും വെട്ടുമെന്ന ഭീഷണി ഉണ്ടായിരുന്നു. എന്തായാലും കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ല, വളരെ ദുരൂഹമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പറയൂ മിഥുൻ. രാഖി, ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് വലിയ ആരോപണങ്ങളും ഒക്കെ ഉയരുന്നത്. അതിനിടയിലാണ് ഈ സഹപാഠിയുമായി സംസാരിച്ച്, അല്ലെങ്കിൽ സഹപാഠിക്ക് നിതിൻ രാജ് അയച്ച ശബ്ദ സന്ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഓഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, അധ്യാപകർ കൂട്ടത്തോടെ തന്നെ അധിക്ഷേപിച്ചു എന്നാണ് നിതിൻ രാജ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. അധ്യാപകർ വിഡ്ഢി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് കൂട്ടമായി വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ആക്രമിക്കുന്ന സ്ഥലമാണ്. വീട്ടുകാരെ കളിയാക്കി സംസാരിച്ചു. ഇന്റേണൽ മാർക്ക് കുറച്ചത് അത് വീട്ടുകാർക്കൊരു സർപ്രൈസ് ആയിരിക്കട്ടെ എന്ന് അധ്യാപകർ പറഞ്ഞു എന്നും നിതിൻ രാജ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി കുടുംബം വലിയ ആരോപണങ്ങൾ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ നിതിൻ രാജ് വലിയ അധിക്ഷേപത്തിന് ഇരയായി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും കേസ് അന്വേഷണം പൂർത്തിയാക്കിയാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. നിലവിലിപ്പോൾ ചക്രക്കൽ പോലീസിനാണ് ഇപ്പോൾ അന്വേഷണ ചുമതലയുള്ളത്. ഈ ആരോപിക്കപ്പെടുന്ന അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്നാൽ പോലും ഈ നിതിൻ രാജിൻ്റെ സഹപാഠികളുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. എന്നാൽ ഇത് നമുക്കറിയാം, മാനേജ്മെൻറ്റ് കോളേജാണ്. അവരുടെ ഭാവിയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാകുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ മൊഴികൾ ഉണ്ടാകുമോ എന്ന സംശയം പോലും നിലനിൽക്കുന്നുണ്ട്. അതും ഏതായാലും ഈ അന്വേഷണം പൂർത്തിയാക്കിയാൽ മാത്രമേ അതിനകത്ത് ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഈ കുടുംബം ആരോപിക്കുന്ന രീതിയിൽ ചില അധിക്ഷേപങ്ങൾ നിതിൻ രാജ് കോളേജിൽ നേരിട്ടിരുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആ ശബ്ദ സന്ദേശങ്ങൾ. മിഥുൻ, ഈ അൻസരക്കണ്ടി എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയല്ലേ? തീർച്ചയായും അത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അവിടെയാണ് ഇത് സ്വകാര്യ മെഡിക്കൽ കോളേജാണ്.
നേരത്തെയും ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും മറ്റും ഉയർന്നതായി പറയുന്നുണ്ട്. ഏതായാലും ഈ നിതിൻ രാജ് പഠിക്കുന്നത് ഡെന്റൽ കോളേജിലാണ്. പക്ഷേ നിതിൻ രാജ് മരിച്ചു കിടക്കുന്നത് കണ്ടത് അല്ലെങ്കിൽ വീണ് കിടക്കുന്നത് കണ്ടത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്താണ്. അപ്പോൾ രണ്ട് കെട്ടിടങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടായോ എന്നൊക്കെ സംശയം ജനിക്കുന്നില്ല. മറ്റൊന്ന് ഈ ഓഡിയോ അല്ലെങ്കിൽ ശബ്ദ സന്ദേശങ്ങളിൽ വളരെ ധൈര്യവാനായി പ്രതികരിച്ച ഒരു നിതിൻ രാജിൻ്റെ ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ മരിച്ച നിലയിൽ നിതിൻ രാജിനെ കാണുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത് തന്നെയാണ്. അതായത് വളരെ ധീരനായി തനിക്ക് നേരെ അനീതി ഉയർന്നപ്പോൾ അല്ലെങ്കിൽ അനീതിയാണ് തന്നോട് കാണിക്കുന്നത് എന്ന തിരിച്ചറിവ് നിതിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിതിൻ അതിനെതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ് ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ആ അനീതിക്കെതിരെ പൊരുതിയ സംസാരിച്ച നിതിൻ പിന്നെ എങ്ങനെയാണ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൻ്റെ ജീവനറ്റ ശരീരം മറ്റൊരു കെട്ടിടത്തിന് താഴെ നിന്ന് കണ്ടെത്തിയത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായൊരു അന്വേഷണം അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആ കുടുംബം. അത് തന്നെയാണ് പ്രതീക്ഷയും.